സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാനൊരുങ്ങി സർക്കാർ. 3000 കോടി കണ്ടെത്താൻ നിർദ്ദേശം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനാണ് കടമെടുക്കുന്നത്. 9.1% പലിശ നൽകുമെന്ന് സർക്കാർ. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, രൂക്ഷമായ ധനപ്രതിസന്ധിക്കിടെ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. അതും സഹകരണ സംഘങ്ങളിൽ നിന്നാണ് ഇത്തവണ കടമെടുക്കാൻ ഒരുങ്ങുന്നത്. 3000 കോടി കണ്ടെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഹിണി, തീർച്ചയായും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കടമെടുപ്പ് പരിധി പോലും അവസാനിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു. ദൈനംദിന ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും വലിയ പ്രതിസന്ധിയാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കൊടുക്കാൻ കഴിയുന്നില്ല. നിലവിൽ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 4 മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. 5 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. കാരണം നേരത്തെ ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് പൂർണ്ണമായും വിതരണം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ 5 മാസത്തെ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് വീണ്ടും കടമെടുക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. 3000 കോടി കൂടി ഉടൻ കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം ഇതിനായി നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ഈ കൺസോർഷ്യം വഴിയാണ് 3000 കോടി കടമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 9.1% പലിശ ഇതിനായി നൽകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. 3000 കോടി ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉടൻ തന്നെ ഘട്ടം ഘട്ടമായി നൽകുമെന്ന്. എന്നാൽ ഇത് പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ വലിയൊരു പ്രതിസന്ധി ഇക്കാര്യത്തിലുള്ളത്. നേരത്തെ 1500 കോടി സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി കടമെടുക്കാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും സഹകരണ സംഘങ്ങൾ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും CPM നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങൾ പോലും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പണം കടമെടുത്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നൽകി വന്നിരുന്നത്. ഇതിൽ തന്നെ ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ നൽകാനുണ്ട്. ഈ സഹകരണ സംഘങ്ങൾക്ക് കുടിശ്ശിക നൽകിയില്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് അവർ സർക്കാരിനെ അറിയിച്ചിരുന്നു, സഹകരണ വകുപ്പിനെ അറിയിച്ചിരുന്നു. സഹകരണ രജിസ്റ്റർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ഈ കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല, ധനവകുപ്പ് തയ്യാറായിരുന്നില്ല. ഇത്തരമൊരു പ്രതിസന്ധി നിലവിൽ സഹകരണ സംഘങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 1500 കോടി നേരത്തെ അടിയന്തരമായി കണ്ടെത്തണമെന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോഴും CPM നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങൾ പോലും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും 3000 കോടി കൂടി ഉടൻ കണ്ടെത്തണം, ഉടൻ കടമെടുക്കാനുള്ള ഒരു നിർദ്ദേശം സഹകരണ രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ 9% പലിശയാണെങ്കിൽ അത് 9.1% പലിശയായി ഉയർത്തിക്കൊണ്ടെങ്കിലും കടമെടുക്കാനുള്ള നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചെങ്കിലും അനുകൂലമായൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കടമെടുപ്പ് പരിധി അവസാനിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കടമെടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. മാത്രമല്ല സംസ്ഥാനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടിയില്ലാതെ കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും ക്ഷേമ പെൻഷനുകൾ നൽകാൻ എന്ന പേരിൽ ഇപ്പോൾ വീണ്ടും 3000 കോടി കൂടി കടമെടുക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് വിധേനയും സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹകരണ സംഘങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. അതിന് കാരണം 1000 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും ഈ ക്ഷേമ പെൻഷനുകൾ നൽകിയതിൻ്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ നൽകാനുണ്ട്. ഇതിനൊപ്പം തന്നെ KSRTC പെൻഷൻ നൽകിയ വകയിലും 1000 കോടി രൂപയ്ക്കടുത്ത് ഈ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ട്. അത് നൽകി തീരാതെ ഇനി പണം നൽകാൻ കഴിയില്ല എന്നാണ് പല സഹകരണ സംഘങ്ങളും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ 3000 കോടി കൂടി ഉടൻ വേണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെക്കുമ്പോഴും അതിനോട് അനുകൂലമായി സഹകരണ സംഘങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജീവ്, അതുമാത്രമല്ല ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കടമെടുത്ത് ചെലവാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ. നമുക്കറിയാം കടമെടുപ്പ് പരിധി ഏകദേശം അവസാനിക്കാറായ കണക്കിലേക്ക് എത്തി നിൽക്കുന്നു. അതോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ സഹകരണ സംഘങ്ങളിൽ നിന്നുകൂടി കടമെടുക്കാനുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നത്. അതും 9.1 എന്നുള്ള വലിയ പലിശ നിരക്കിൽ. എല്ലാ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു സംസ്ഥാനം കടമെടുക്കുമ്പോൾ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കണം. കാരണം റവന്യൂ ഇല്ലാതെ ഈ കടമെടുപ്പ് മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ വലിയ ഒരു ദുസ്ഥിതിയിലേക്ക് സംസ്ഥാനം ചെന്നെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത്. ഇതൊന്നും സർക്കാർ കണ്ടമട്ടയെ നടിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ കടമെടുക്കുകയാണ്, കോടികളുടെ കുടിശ്ശിക വരുത്തുകയാണ് എന്നുള്ളതാണ്.
തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. ഒരു വശത്ത് യഥേഷ്ടം ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ ദൂർത്തിന് ഒരു കുറവുമില്ല. നവകേരള സദസ് ആയാലും നമുക്കറിയാം, പല ഘട്ടങ്ങളിലും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ആ ദൂർത്തിന് ഒരു കുറവുമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിനിടെയാണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകാൻ എന്ന പേരിൽ കടമെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4000 കോടി രൂപയ്ക്കടുത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ എന്ന പേരിൽ നിലവിൽ കടമെടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ക്ഷേമ പെൻഷനുകൾ നൽകാത്തത് എന്ത് എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടി നൽകാൻ കഴിയുന്നില്ല എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് 4000 കോടി രൂപയ്ക്ക് അടുത്ത് കടമെടുക്കുമ്പോഴും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാൻ തയ്യാറാകുന്നില്ല. 4 മാസത്തെ ക്ഷേമ പെൻഷനുകൾ സർക്കാരിന്റെ കണക്കിൽ തന്നെ ഇപ്പോൾ കുടിശ്ശികയാണ്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരായാലും രണ്ടാം പിണറായി സർക്കാരായാലും അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷനുകൾ ഇനി കുടിശ്ശിക വരുത്തില്ല എന്നതായിരുന്നു. പിന്നീട് ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശിക വന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് CPM സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ വിമർശനങ്ങൾ ശക്തമായപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായത് ഉടൻ നികത്തും, ഘട്ടഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനം പോലും പാഴ്വാക്കാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ മുടങ്ങിയ ക്ഷേമ പെൻഷനുകളെങ്കിലും നൽകണമെങ്കിൽ ഇനി സഹകരണ സംഘങ്ങൾ കനിയേണ്ട ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരണം സംസ്ഥാനത്ത് വരുമാനം നിലച്ചിരിക്കുന്നു, വ്യവസായങ്ങൾ മുടങ്ങിയിരിക്കുന്നു, വ്യവസായങ്ങൾ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഏതായാലും ഈ രീതിയിൽ കടമെടുത്ത ദൈനംദിന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരുപക്ഷെ ഇത് വിവിധ വകുപ്പുകളെ പോലും ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. ആരോഗ്യവകുപ്പിനെ ഈ വിഷയം സാരമായി ബാധിച്ചിരിക്കുന്ന അവശ്യ മരുന്നുകൾ പോലും ലഭിക്കാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. നേരത്തെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയെങ്കിലും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി, അവർ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. ഇത് കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ ലഭിക്കാത്ത സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇതിനൊപ്പമാണ് ഈ ക്ഷേമ പെൻഷനുകൾ മുൻനിർത്തിക്കൊണ്ട് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്തെങ്കിലും മുന്നോട്ട് പോകാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനോട് അനുകൂലമായി സഹകരണ സംഘങ്ങൾ പ്രതികരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 1500 കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ കത്ത് നൽകിയപ്പോൾ പോലും അതിനോട് അനുകൂലമായൊരു നിലപാട് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും സ്വീകരിച്ചില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അത് തീർക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് സഹകരണ സംഘങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ധനവകുപ്പും നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, വരും മാസങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. നിലവിൽ KSRTC പെൻഷന്റെ കാര്യത്തിൽ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനിയും 4 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് നീളാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി രാജീവ്. സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാനൊരുങ്ങിയ സർക്കാർ 3000 കോടി കണ്ടെത്താൻ നിർദ്ദേശം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനാണ് കടം എടുക്കുന്നത്. രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.